മക്കളെ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള പ്രോബ്ലം ആണിത് ലിമിറ്റിംഗ് റിയാക്ടന്റ്. ആ ലിമിറ്റിംഗ് റിയാക്ടന്റ് നമ്മൾ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാൻ പോവുകയാണ്. NCERTയിലെ പ്രോബ്ലം തന്നെയാണ്. അവർ പറയുന്നത് 50 കിലോഗ്രാം ഡൈ നൈട്രജനും 10 കിലോഗ്രാം ഡൈ ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് അമോണിയ ഫോം ചെയ്യുന്ന റിയാക്ഷൻ ആണ്. ഇതിൽ ആരാണ് റിയാക്ടന്റ്, ലിമിറ്റിംഗ് റിയാക്ടന്റ്, എത്ര ഗ്രാം അമോണിയ ഉണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ലിമിറ്റിംഗ് റിയാക്ടന്റ്, എത്ര ഗ്രാം അമോണിയ ഫോം ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ചെയ്യാൻ പോവാണ്. ഇതാ നമ്പർ ഓഫ് മോൾസ് ആദ്യം കാണാം. അപ്പൊ നമ്മൾ ആദ്യം ഗിവൺ ഇക്വേഷൻ എഴുതണം. N2 plus 3H2 gives 2NH3. ഇതാണ് നമ്മൾ ഗിവൺ ഇക്വേഷൻ. ആദ്യം നമ്മൾ ഇതങ്ങ് എഴുതി വെക്കുക. റെഡി ആണേ? ആദ്യം നമ്മൾ ഇത് എഴുതുക. N2 plus 3H2 gives 2NH3. ഇതാണ് നമ്മളെ ഇക്വേഷൻ. അവർ പറയുന്നത് 50 കിലോഗ്രാം ഡൈ നൈട്രജനും 10 കിലോഗ്രാം ഡൈ ഹൈഡ്രജനും റിയാക്ട് ചെയ്താൽ അമോണിയ ഉണ്ടാവും. ഇതിൽ ആരാണ് ലിമിറ്റിംഗ് റിയാക്ടന്റ്, എത്ര ഗ്രാം അമോണിയ ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇക്വേഷൻ എഴുതി വെച്ചു. N2 plus 3H2 gives 2NH3. ഇനി നമ്പർ ഓഫ് മോൾസ് കാണണ്ടേ? നമ്പർ ഓഫ് മോൾസ് കാണണമെങ്കിൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലെ? ഗിവൺ മാസ് എത്രയാ? 50 കിലോഗ്രാം ആണ്. 50 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 50 ഇൻറ്റു 10⁻³ ഗ്രാം ഡിവൈഡ് ബൈ മോളാർ മാസ്. മോളാർ മാസ് 28 ആണ് നൈട്രജന്റെ. ഇവിടെ അതുപോലെ തന്നെ 5 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ 2. ഇതാണ് മോളാർ മാസ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ നമുക്കറിയാവോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ നമുക്കറിയില്ല. സോ NNH3 കിട്ടും. ആദ്യം നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ജോലി കഴിഞ്ഞു. ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഇതിന്റെ ആൻസർ കിട്ടുക 17.28 ആണ്. 17.28 ഇൻറ്റു 10⁻³ ആണ്. ഇതിന് ആൻസർ കിട്ടുക 5 ഇൻറ്റു 10⁻³ ആണ്. ക്ലിയർ? നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ NNH3 നമുക്കറിയില്ല. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടു. ഗിവൺ മാസ് ബൈ മോളാർ മാസ് 50 കിലോഗ്രാം ആണ്. 50 കിലോഗ്രാമിന് 50 ഗ്രാമിലേക്ക് മാറ്റണമെങ്കിൽ 50 ഇൻറ്റു 10⁻³ അതായത് ഗിവൺ മാസ് ഇൻ ഗ്രാം ബൈ ഗ്രാം മോളിക്കുലർ മാസ് ഗ്രാമിലേക്ക് മാറ്റണം. ഓക്കെ, അടുത്തത് ഇനി സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. അടുത്തത് ഇവിടെ ഇത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. ഇതിന് മുൻപിലുള്ള നമ്പർ 1, ഇതിന് മുമ്പുള്ള നമ്പർ 3, ഇവിടെ 2. അതവിടെ എഴുതി വെക്കുക. എത്രയാ? 1 എഴുതുക. ഇവിടെ 1. ഈ നമ്പർ ആണ്. ഇതിന് മുമ്പുള്ള നമ്പർ 1 ആണ്. യെസ്. ഇതിന് മുൻപുള്ള നമ്പർ എത്രയാ? 3. ഇതിന് മുൻപുള്ള നമ്പർ 2. യെസ്. അതായത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഈ നമ്പറാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എഴുതുക. എത്രയാ? 17.28 ഇൻറ്റു 10⁻³ ഇത് 5 ഇൻറ്റു 10⁻³ യെസ്. അടുത്തത് NNH3 യെസ്. മക്കൾ നോക്കുക, ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാ നോക്കുക. ഈ 2 ഇതെല്ലാം റിയാക്ടന്റ് എന്നാൽ ഇത് 2 അല്ലേ? ലിമിറ്റിംഗ് റിയാക്ടന്റ് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവര് 2 പേരിൽ ആരോ ആണ് ലിമിറ്റിംഗ് റിയാക്ടന്റ് ആണ്. ഇത് റിയാക്ടന്റാ. ഇവർ 2 പേരും റിയാക്ടന്റാ. ഇതിൽ ആരാണ് ലിമിറ്റിംഗ് റിയാക്ടന്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഏതാണോ ചെറിയ വാല്യൂ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെറിയ വാല്യൂ കിട്ടുന്നത് ഏതാണോ അതായിരിക്കും ലിമിറ്റിംഗ് റിയാക്ടന്റ്. മക്കൾക്കറിയാലോ, ഇതാണ് ചെറിയ വാല്യൂ കിട്ടുക. സോ ഇതായിരിക്കും ലിമിറ്റിംഗ് റിയാക്ടന്റ്. ക്ലിയർ അല്ലേ? ഇതാണ് ലിമിറ്റിംഗ് റിയാക്ടന്റ്. കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ചെറിയ വാല്യൂ ആരാണോ, ഓണർ ആരാണോ അയാളാണ് ലിമിറ്റിംഗ് റിയാക്ടന്റ്. അപ്പോൾ ഇവിടെ എഴുതുക ഹൈഡ്രജൻ. ഫസ്റ്റ് ജോബ് കഴിഞ്ഞു. ഹൈഡ്രജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയാക്ടന്റ്. കിട്ടി. നമ്മൾ ഒരു പണി കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി അമോണിയ എത്രയുണ്ട് എന്നറിയണമെങ്കിൽ മക്കൾ ചെയ്യേണ്ട ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഇവരെ 2 പേരെയും ഇവരെ 2 പേരെയും ഒരു ബോക്സിലാക്കി വെക്കുക. ആരാ? ലിമിറ്റിംഗ് റിയാക്ടന്റിനെയും അമോണിയയുടെ അളവിനെയും ഒരു ബോക്സിലാക്കി വെക്കുക. എന്നിട്ട് അവരെ ഈക്വൽ ടു അങ്ങ് എഴുതുക. നോക്കിട്ടോ, 5 ഇൻറ്റു 10⁻³ ഇതാണ്. മക്കൾ നോക്കുക, 5 ഇൻറ്റു ആ വാല്യൂ 5 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു NNH3/2. യെസ്.
എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എങ്ങനെയാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ മക്കൾ പറഞ്ഞേ? ഇതേ ഇൻറ്റു ഇത് ഈക്വൽ ടു ഇതേ ഇൻറ്റു ഇതല്ലേ. അപ്പൊ എന്താ കിട്ടുക? 5 × 10⁻³ അല്ലെ? 5 × 10⁻³ × 2 ഈക്വൽ ടു 3 × n-3 n-3. യെസ്. സോ n-3 എത്രയാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ എത്രയാണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ എത്രയാണെന്ന് വെച്ചാൽ ഈ 3 എന്ത് ചെയ്യണം? ഇവിടെ വന്നാൽ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടുക? 5 × 10⁻³ × 2 ഡിവൈഡഡ് ബൈ 3. യെസ്. കിട്ടിയോ? കിട്ടില്ലേ? സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ എത്രയാണെന്ന് വെച്ചാൽ 5 × 2 എത്രയാ? 5 × 2 10 ആണ്. 10 × 10⁻³ ഡിവൈഡഡ് ബൈ 3. ക്ലിയർ അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ കിട്ടി. നമ്പർ ഓഫ് മോൾസ് കിട്ടിയ മാസ് കിട്ടാൻ സുഖല്ലേ? മാസ് ഓഫ് അമോണിയ എത്രയാ? മാസ് ഓഫ് അമോണിയ എത്രയാ എന്ന് വെച്ചാൽ മാസ് ഓഫ് അമോണിയ കാണാൻ സുഖ 10 × 10⁻³ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു മോളിനെ മോളാർ മാസ് ആക്കാൻ മോൾസ് കിട്ടി. നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ എത്രയാന്ന് കിട്ടി. മോളിനെ മാസാക്കി മാറ്റണമെങ്കിൽ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മോളാർ മാസ് എത്രയാ? 17 ആണ്. അമോണിയയുടെ മോളാർ മാസ് എത്രയാ? 17. ഇത്രയും ഗ്രാമാണ് അമോണിയ കിട്ടുക. സോ നമ്മൾ ഒന്നുകൂടി ചെയ്യാണ്. അവർ പറഞ്ഞത് 50 കിലോഗ്രാം ഡൈനൈട്രജനും 5 കിലോഗ്രാം ഡൈഹൈഡ്രജനും റിയാക്ട് ചെയ്ത് അമോണിയ ഉണ്ടാവുന്ന റിയാക്ഷൻ ആണ്. ഏതായിരിക്കും ലിമിറ്റിംഗ് റിയാക്ടന്റ് എന്നാണ് ചോദിച്ചത്. ആദ്യം നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാണുന്നു. ഗിവൺ മാസ് ബൈ മോളാർ മാസ് നമ്പർ ഓഫ് മോൾസ് കണ്ടു. പിന്നെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്, ഇതിന് മുൻപിലുള്ള നമ്പർ, ഇത് രണ്ടും എടുത്ത് എഴുതി. അടുത്ത നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ചെയ്തു. ഇതിൽ ഏതാണോ ചെറിയ വാല്യൂ, ഇതാണ് ചെറിയ വാല്യൂ. ഇതിന്റെ ഓണർ ആരാണോ അയാളായിരിക്കും ലിമിറ്റിംഗ് റിയാക്ടന്റ്. ഇനി അമോണിയയുടെ അളവ് കാണണമെങ്കിൽ ആരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക? ലിമിറ്റിംഗ് റിയാക്ടന്റിന്റെ അളവിനെയും അമോണിയയുടെ അളവിനെയും ഇക്വേറ്റ് ചെയ്യുക. യെസ്, അമോണിയ അളവിനെ ഇക്വേറ്റ് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 5 × 10⁻³ ഡിവൈഡ് ബൈ 3 is equal to n-3/2. സോ 5 × 10⁻³ × 2 ഈക്വൽ ടു 3 × n-3. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത 3 ഇവിടെ വന്നാൽ ഡിവൈഡ് ചെയ്യും. സോ 5 × 2 10 ആണ്. 10/3 × 10⁻³. ക്ലിയർ അല്ലേ? സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ കിട്ടി. നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ കിട്ടിയാൽ മാസ് ഓഫ് അമോണിയ കിട്ടണമെങ്കിൽ 17 മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? യെസ്.